നമ്മൾ എത്തിയിട്ടുള്ളത് അതായത് കേരളത്തിൻ്റെ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മണ്ണിലോട്ട് മാഷാല്ലാ. മലയാള ഭാഷയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹം ആദർശവചനങ്ങളും ശിശുപാലവധവും അരിണിയുടെ കഥ, കിളിപ്പാട്ടുകൾ തുടങ്ങിയ കൃതികളിലൂടെ മലയാളത്തെ സമ്പന്നനാക്കി. തിരൂരിലെ തുഞ്ചത്ത് പറമ്പ് മലയാളത്തിൻ്റെ തീർത്ഥാടക കേന്ദ്രമായി ഇന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പുഴ എന്ന് പറഞ്ഞാൽ അതായത് തിരൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ബാക്കിലാട്ടോ. പിന്നാമ്പുറത്തിലൂടെ ശാന്തമായി ഒഴുകുന്ന രണ്ട് ചെറിയ പുഴകളുണ്ട്. മഴ എത്തുമ്പോൾ കരകൾ തൊട്ട് പച്ചപ്പിലൂടെ നനഞ്ഞൊഴുകുന്ന ഈ ചെറു നദികൾ തിരൂരിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനൊക്കെ ഒരു മനോഹര പശ്ചാത്തലമാക്കുന്നുണ്ട് കേട്ടോ. നഗരത്തിൻ്റെ തിരക്കിനിടയിലും ഇവിടെ ഒന്ന് വന്നാണ്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല ശാന്തതയും പ്രകൃതി നന്മയും സമ്മാനിക്കുന്ന ഒരു ഏട്ടാട്ടോ മാഷാല്ലാ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അതായത് റെയിൽവേ സ്റ്റേഷന് തൊട്ട് ബാക്കിലാണ്, അതായത് ബൈപ്പാസാണ്, ബസ്സുകളൊക്കെ പോകുന്ന ബൈപ്പാസ് കേട്ടോ. താഴെപ്പാലം തന്നെ പാലം എന്നാണ് അതാണ് അറിയപ്പെടുന്നത്. അതായത് താന്നൂർ ഭാഗത്തേക്ക് പോകുന്ന പാലം, അതായത് ഈ വാഹനങ്ങൾ തിരിഞ്ഞ ഒരു ബസ് സ്റ്റാൻഡ് തിരൂരിലേക്കും മറ്റേ പോലീസ് ലൈൻ റോഡിലേക്ക് പോകുന്ന റോഡുകൾ കേട്ടോ. നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ വന്ന് നമ്മൾ KTM ഷോറൂമിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അതായത് റെയിൽവേ സ്റ്റേഷൻ കടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. അപ്പോൾ അവിടെ നിന്നുള്ള പുഴേൻ്റെ പക്കത്തുള്ള ഷോപ്പുകൾ കേട്ടോ. അതായത് സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന ഷോപ്പാണ് മാഷാല്ലാ. എന്താ വൈബ് സ്ഥലം മാഷാല്ലാ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫോളോ ചെയ്യാൻ മറക്കാണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ കൂടെ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന കാഴ്ചകൾ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫോളോ ചെയ്യാൻ മറക്കാണ്ട്. ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ.